സ്റ്റിയറിംഗ് വന്ന് നമ്മൾ ഡെൽറ്റ പ്ലസിൻ്റെ സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഓങ്കിയോടെ സ്റ്റിയറിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുപോലെ സ്പീക്കർ മൊറൈലിൻ്റെ സ്പീക്കറാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അതും ബേസ് മോഡൽ വാഹനം എടുത്തിരിക്കുന്നവർ. എങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യാം, എങ്ങനെയെല്ലാം ഭംഗിയാക്കാമെന്ന് ആലോചിച്ചിരിക്കുന്നവർ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ബേസ് മോഡൽ വാഹനമാണ്. ഒരുപാട് ആക്സസറീസുകൾ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ ഇതിനെ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. പുതിയ ബേസ് മോഡൽ ബ്രസ് എടുത്തിരിക്കുന്നവർ അതിൻ്റെ സ്റ്റിയറിംഗ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒറിജിനൽ ഡെൽറ്റ പ്ലസിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ കൂടുതൽ പേരും ഫിറ്റ് ചെയ്യാറ് ടോപ്പ് മോഡലിൽ വരുന്ന ക്രൂയിസ് കൺട്രോൾ വർക്ക് ചെയ്യാത്ത ടൈപ്പ് സ്റ്റിയറിംഗ് ആണ് ഫിറ്റ് ചെയ്യാറ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡെൽറ്റ പ്ലസിൻ്റെ സ്റ്റിയറിംഗ് താല്പര്യമുള്ളവരുത്, ഇത് നമ്മൾ ഡെൽറ്റ പ്ലസിൻ്റെ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ബേസ് മോഡൽ ബ്രസ്സയ്ക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് മൊറൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. ബേസ് മോഡൽ ബ്രസ്സ് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതിൽ സ്പീക്കർ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഫ്രണ്ടിലേക്ക് കോമ്പോണൻറ്റും അതുപോലെ തന്നെ മൊറൈലിൻ്റെ കോയാക്സൽ സ്പീക്കേഴ്സാണ് ബാക്കിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പ് മൗണ്ട് ക്യാമറയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. വാഹനം വരുമ്പോൾ ഇതിൻ്റെ ഇന്നർ ഹാൻഡിൽ ക്രോം ഫിനിഷിംഗ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ 4 ഡോറിലേക്ക് ഇതുപോലെയുള്ള ക്രോം ഫിനിഷിംഗ് ഹാൻഡിൽ നമ്മൾ ഇൻസൈഡ് ഫിറ്റ് ചെയ്യാൻ പോകണ്ട. ബ്ലാക്ക് കളറിലുള്ളതായിരിക്കും കമ്പനി ബേസ് മോഡൽ വരുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ടോപ്പ് മോഡലിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ട്യൂട്ടറിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഞങ്ങളിന്ന് പ്രസയുടെ ഒരു ഇത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആക്സസറീസ് ഒക്കെ ആയിട്ട് അധികം സാധനങ്ങൾ ചെയ്യാനുള്ളൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു സ്റ്റീരിയോ മാത്രം ചെയ്യുന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത്. വന്നു കഴിഞ്ഞ് ഇവിടെ കണ്ട് എല്ലാം ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സ്റ്റീരിയോയ്ക്ക് പുറമെ നമ്മൾ ഇതിൻ്റെ സ്റ്റീറിങ് ചെയ്തു. അതുപോലെ ഹാൻഡ് റെസ്റ്റ് നമ്മൾ ചെയ്തു. പിന്നെ ഇതിനകത്ത് നമ്മൾ ക്യാമറ, ബാക്ക് ക്യാമറ ഇതിനകത്ത് അഡീഷണലായിട്ട് നമ്മൾ ചെയ്തു. വളരെ നന്നായിട്ട് എല്ലാം ചെയ്തു തന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, എത്ര സമയം കൊണ്ട് ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊരു 4 മണി സമയത്താണ് ഈവനിങ് എത്തിയിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. അതിനുള്ള തന്നെ എല്ലാ വർക്കുകളും അത്യാവശ്യം നമുക്കെല്ലാം ഇവർ നല്ല രീതിയിൽ ചെയ്തു തരികയുണ്ടായി. ഞാനിവിടെ വർക്ക് ചെയ്യാൻ നേരത്ത് കംപ്ലീറ്റ് ഇവരുടെ കൂടി ഉണ്ടായിരുന്നു. വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടാണ് ഇവർ ചെയ്യുന്നത്. വളരെയധികം ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നമ്മളെല്ലാം പറഞ്ഞെല്ലാം നല്ല രീതിയിൽ ഇവർ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്തു തന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാട്ടക സാർ. കാട്ടക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ ബ്രസയിൽ ചെയ്യുന്ന വർക്കുകളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒറിജിനൽ ഡെൽറ്റ പ്ലസിൻ്റെ സ്റ്റിയറിങ് കാര്യങ്ങൾ കിട്ടുമോ എന്നുള്ളത്. കാരണം ഭൂരിഭാഗം ആളുകൾക്കും ആ ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന ക്രൂയിസ് കൺട്രോൾ ഡമ്മി ആയി കിടക്കുന്നു എന്നുള്ള ഒരു പരാതിയുണ്ട്. അത് വർക്ക് ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് അവിടെ ഒരു സ്വിച്ച് എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് കറക്റ്റ് ഡെൽറ്റ പ്ലസിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോളും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കൺട്രോളും കാര്യങ്ങളും മാത്രമുള്ള ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ വരുന്ന സ്റ്റിയറിംഗ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫിറ്റിങ്സാണ് നമ്മൾ ഈ കിടക്കുന്ന ബ്രസയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അത് ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ ഒരു ബ്രസയിലേക്ക് നമ്മൾ ആ സെയിം സ്റ്റിയറിംഗ് കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. കൂടാതെ മൊറൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് 4 ഡോർ സ്പീക്കർ സിസ്റ്റം, ഫ്രണ്ട് കോമ്പോണൻറ്റും ബാക്ക് കോയാക്സിൽ സ്പീക്കേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഓൺഗിയോ എന്ന് പറഞ്ഞ സിസ്റ്റം, ലൈസൻസ്ഡ് കാർപ്ലേ ഉള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം 9 ഇഞ്ച് നമ്മളിതിലേക്ക് ചെയ്യുന്നു. പിന്നെ ബാക്കിലേക്ക് ഒരു അപ്പ് മൗണ്ട് ക്യാമറയും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്നുണ്ട്. എത്ര രൂപ ബഡ്ജറ്റ് വരും എന്നറിയാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടാവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മുടെ സ്പീക്കർ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. കൂടാതെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഓൺഗിയോ എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്റ്റീരിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ ലൈസൻസ്ഡ് കാർപ്ലേ വേർഷൻ വരുന്ന സ്റ്റീരിയോ ആണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബേസ് മോഡൽ ബ്രസ് എടുത്തു കഴിഞ്ഞാൽ അതിലെന്തെല്ലാം ചെയ്യാം, എങ്ങനെയെല്ലാം അതിനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഏറ്റവും പുതിയ 2025 മോഡലിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ബ്രസ്സയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അതിന് എത്രത്തോളം പ്രൈസ് വരും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ബ്രസ്സയാണെങ്കിൽ, അതും ബേസ് മോഡൽ വാഹനമാണെങ്കിൽ അതിന് ടോപ്പ് വേരിയൻറ്റിൽ വരുന്നതിനേക്കാൾ നല്ല മനോഹരമാക്കി നിങ്ങളുടെ വാഹനത്തെ തീർക്കാൻ പറ്റും കുറഞ്ഞ ചിലവിൽ. ഒരു VXI വേരിയൻറ്റ് ബ്രസ്സ് എടുക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ ആഡ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ബേസ് മോഡൽ വാഹനം എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ആക്സസറീസിന് അതിൻ്റെ പകുതിയിൽ ഒരു ഭാഗമേ നമുക്ക് വരികയുള്ളൂ എന്ന് കരുതി അത്രയും വരുമെന്നുള്ളതല്ല. VXI എടുത്താലും നമ്മൾ ഈ ചെയ്യുന്ന ഒരു ഫങ്ഷനൊന്നും ആ ഒരു വേരിയൻറ്റിൽ ഉണ്ടാവില്ല. ഒരു കോമ്പോണൻറ്റ് സ്പീക്കേഴ്സോ അതുപോലെ തന്നെ 9 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമോ
HD വരുന്ന ബാക്കിലേക്കുള്ള റിവേഴ്സ് ക്യാമറയോ ഒന്നും തന്നെ VXIയിലും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ VXI എടുക്കുകയാണെങ്കിൽ പോലും 2 ലക്ഷം രൂപ കൂടുതൽ കൊടുത്ത് VXI എടുക്കുകയാണെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ വാഹനത്തിലേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റുന്ന ഒരു ബേസ് മോഡൽ ബ്രസയുടെ വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ബ്രസ് എടുത്തിരിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഇതിൻ്റെ ഇന്നർ ഹാൻഡിൽ ഇതുപോലെ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വരിക. ഇനി നമ്മളിത് ചേഞ്ച് ചെയ്തിട്ട് നമ്മളിതിനെ ക്രോം ഫിനിഷിങ് ആക്കാൻ പോവാണ്. അതായത് ഇതുപോലെ എല്ലാ ഡോറിലും ഇതുപോലെ നമ്മൾ ക്രോം പ്ലേറ്റിംഗ് ചെയ്തിട്ടുള്ള ഹാൻഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രസ ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ജെനുവിൻ ആക്സസറീസുകൾ വെച്ച് തന്നെ നിങ്ങളുടെ വാഹനം നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും. ചെറു കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഓരോ സ്പീക്കറുകളുടെയും ഫിറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡോർ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഡോർ പാഡുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ റീഫിറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലേക്കുള്ള ട്യൂട്ടറിൻ്റെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ബാക്കിലേക്കുള്ള കൊയാക്സിൽ സ്പീക്കർ കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള സിസ്റ്റം, അതുപോലെ തന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളൊരു ആഗ്രഹപ്രകാരം തന്നെയാണ് ഇദ്ദേഹം നല്ല സ്പീക്കറുകളും നല്ല ക്വാളിറ്റിയുള്ള ആൻഡ്രോയിഡും മാത്രം നോക്കി തിരഞ്ഞെടുത്തു. വില കുറഞ്ഞത് എടുക്കാതെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീരിയോ ആണ് ഇദ്ദേഹം തിരഞ്ഞെടുത്തത്. ഓൺഗിയോ എന്ന് പറഞ്ഞ ബ്രാൻഡ്. കൂടാതെ സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മൊറൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് സിസ്റ്റം, വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് കിട്ടും. സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഇതുപോലെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമ്മൾ പെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എക്സ്ട്രാ ആഡ് ചെയ്ത പോലെയുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനിൽ വരുന്ന അതേ സെയിം സ്റ്റിയറിങ് തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വേരിയൻ്റ് ഏത് തന്നെയായാലും നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുക ഞാൻ പറയുകയാണെങ്കിൽ ബ്രസയിൽ വെർത്തായിട്ട് വരുന്നത് നമുക്ക് ബേസ് മോഡൽ തന്നെയാണ്. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാവുന്ന ആക്സസറീസുകളെല്ലാം ജെനുവിൻ പാർട്ട് നമുക്ക് അവൈലബിളും കൂടിയാണ്. അപ്പോൾ നമുക്ക് VXI വേരിയൻ്റ് എടുക്കുന്നതിലും ഉപരി ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ആഡ് ചെയ്താലും ഒരു VXI വാഹനം എടുക്കുന്ന വില ആവുകയുമില്ല. അപ്പോൾ അതായത് ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള നല്ല ഭംഗിയുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ളതുമായ സിസ്റ്റങ്ങളും ക്യാമറകളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിങ് നല്ല മനോഹരമായ രീതിയിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. ഇത് സെക്കൻഡ് വേരിയൻറ്റിൽ വരുന്ന സ്റ്റിയറിംഗ് ആണ്. കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സ്റ്റിയറിങ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ കോമ്പോണൻറ്റ് ട്യൂട്ടറിൻ്റെ ഫിറ്റ്മെൻറ്റാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ബ്രസയുടെ വർക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ലൈനെ ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ടാക്സ് അടച്ച പോലെ തന്നെ ഒരു 15 കൊല്ലത്തേക്ക് ഇതൊരു ഫുൾ ഗ്യാരണ്ടി തന്നെ ചെയ്യാൻ പോകുന്നത്. ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയുടെയും അതുപോലെ തന്നെ സ്റ്റിയറിങ്, സ്പീക്കർ സിസ്റ്റം എല്ലാത്തിൻ്റെയും ഫിറ്റ്മെൻറ്റ് നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഊരിയെടുത്ത് ഇതുപോലെ ഈ വരുന്ന ഈ ഒരു ബോക്സ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഒറിജിനൽ ഹാൻഡ് റെസ്റ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കമ്പനി വരുന്ന മോഡലുള്ള സെയിം ഹാൻഡ് റെസ്റ്റ് നമ്മുടെ ഫിറ്റിങ്സ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ പാർട്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്ത് ഇത് ഉപയോഗിക്കാം. ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ജെനുവിൻ ആക്സറീസ് തന്നെയാണ്, മാരുതിയുടെ ഒറിജിനൽ ആക്സറീസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വിൻഡോ ഗാർണിഷിൽ ഓവർ നമ്മൾ ചെയ്തിട്ടുണ്ട്. റെഡ് കളർ വാഹനമാകുമ്പോൾ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോ ഗാർണിൽ ലോവർ ഗാർണിഷ് തന്നെയാണ്. ബ്രസയുടെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഏറ്റവും ഭംഗിയാക്കുന്ന ഒരു ഘടകം തന്നെ പറയാം. വിൻഡോ ഗാർണിഷ് ലോവർ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് മുതൽ ഈ അറ്റം വരെ വരുന്ന ചില്ലും പൊട്ടിക്കുന്ന ഗാർണിഷാണ് കേട്ടോ ഈ വിൻഡോ ഗാർണിഷ് ലോവർ എന്ന് പറയുന്നത്. ഈ ഒരു ബ്രസയുടെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ പ്രൈസ് എത്ര രൂപ ചിലവ് വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം
വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാഹനങ്ങളും ഇതുപോലെ നല്ല മനോഹരമാക്കി തീർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന സ്റ്റീരിയോ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. നമ്മുടെ മൊബൈലിൽ വയർ കണക്ഷൻ ഇല്ലാതെ തന്നെ നമുക്കിതിലേക്ക് ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല കവറേജുള്ള HD ക്യാമറയും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിഗ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സ്ലൈഡിങ് ഹാൻഡ് റെസ്റ്റ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഇതുപോലെ നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഹാൻഡിൽ ബ്ലാക്ക് ആയിരുന്നു വന്നിരുന്നത്, നമ്മൾ ഹാൻഡിൽ ക്രോം ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ കൃത്യമായിട്ട് മൊറൈലിൻ്റെ സ്പീക്കറിൻ്റെ വിത്ത് ട്യൂട്ടർ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ വരുന്നത്. അപ്പ് മൗണ്ട് ക്യാമറയാണ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ പ്രധാനമായും ചെയ്തിരിക്കുന്നത് ഔട്ടർ ഗാർണിഷ് ക്രോമാണ് കേട്ടോ. വിൻഡോ ലോവർ, പ്രത്യേകിച്ച് ഈ റെഡ് കളർ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഗാർണിഷ് തന്നെയാണ് കേട്ടോ ഏറ്റവും ഭംഗി വരുന്നത്. എത്ര രൂപ ചിലവ് വന്നു എന്നറിയാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടാവും. നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റിയറിങ് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു തരുന്ന റേറ്റ് 8000 രൂപയ്ക്കാണ്. നമ്മൾ ഫുൾ ഫിറ്റ്മെൻ്റ് അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ വരുന്ന ബ്ലൂടൂത്ത് കൺട്രോളിങ്ങും അതുപോലെ തന്നെ വോളിയം പ്ലസ് മൈനസ്, നെക്സ്റ്റ്, മ്യൂട്ട്, മോഡ്, ഈ എല്ലാ ഫംഗ്ഷനും അടങ്ങുന്ന ഈ മനോഹരമായൊരു സ്റ്റിയറിങ് മാരുതിയുടെ ഒറിജിനൽ പാർട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന റേറ്റ് കേട്ടോ. അത് ഇൻസ്റ്റാളേഷൻ അടക്കമാണ് നമ്മുടെ ചാർജ് വരുന്നത്. പിന്നെ നമ്മുടെ സിസ്റ്റം ഓൺഗിയോടെ കാർപ്ലേ, ലൈസൻസ്ഡ് കാർപ്ലേ ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മൾ അതിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം അടക്കം 16,500 നമ്മുടെ റേറ്റ് വരുന്നത്. 2 ഇയർ അതിന് വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുകൂടാതെ അതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് 232 ആണ് വരുന്നത്. നല്ല സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. കൂടാതെ നമ്മൾ മൊറൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്പീക്കർ സിസ്റ്റം 4 ഡോറിലേക്കും സ്പേസർ, അതിൻ്റെ കപ്ലർ, വയറിങ്, ഫിഗ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം അടക്കം ചെയ്ത് കൊടുക്കുന്ന റേറ്റ് 14,500 രൂപയ്ക്കാണ് നമ്മളിന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് 4,500 രൂപയാണ് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു ബ്രസയിൽ ഇന്ന് ചെയ്തിരിക്കുന്ന വർക്കുകൾ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ബ്രസ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ വയർ കട്ട് ചെയ്യുന്നു, വാറണ്ടി പോകുന്നുള്ള യാതൊരുവിധ പേടി കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 7306293594.